الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ഇഷ്ടവും പ്രീതിയും തൃപ്തിയും സ്നേഹവും നേടി ഈ ആയുസ് ജീവിച്ചു തീർക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുടക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി റബ്ബ് സ്വീകരിക്കുകയും നന്മയും തിന്മയും തൂക്കപ്പെടുന്ന അതിൻ്റെ അളവുകൾക്കനുസരിച്ച് ശാശ്വതമായ വിധി നിർണയിക്കപ്പെടുന്ന ലോകത്ത് നന്മയുടെ തുലാസിൽ വലിയ ഭാരം ചുമത്തുന്ന ചെലുത്തുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ, ഒന്നും അറിയാത്ത, പാല് വേണമെങ്കിലും വേദനിച്ചാലും അസുഖം വന്നാലും കരയാൻ മാത്രം അറിയുന്ന ശൈശവത്തിൽ നിന്ന് തൻ്റെ ചുറ്റുപാടിനെ നിരീക്ഷിച്ച് പഠിച്ച് മറ്റുള്ളവരെ അനുകരിച്ച് എല്ലാം പിടിച്ചെടുക്കുന്ന രൂപത്തിൽ, എല്ലാം പഠിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ബാല്യത്തിൽ നിന്ന് പിന്നീട് ജീവിതത്തിൻ്റെ പുതിയ പുതിയ രസങ്ങളെയും അനുഭൂതികളെയും സുഖങ്ങളെയും തേടിക്കൊണ്ട് അലഞ്ഞു തിരിയുന്ന കൗമാരത്തിലേക്കും ആ കൗമാരത്തിൽ നിന്ന് മനുഷ്യനെ ഒരു പൂർണ്ണനെന്ന് വിളിക്കാവുന്ന പക്വത കൊണ്ടും വിവേകം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും മാനസിക നില കൊണ്ടുമെല്ലാം അവനൊരു പൂർണ്ണനാണ് എന്ന് പറയാൻ പറ്റുന്ന യൗവനത്തിലേക്ക് അവൻ എത്തി നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നാളെ ചോദ്യം ചെയ്യുന്ന, റബ്ബ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മാത്രം വിനിയോഗിക്കണമെന്ന് മുസ്ലിമിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഉപദേശം നൽകിയ ആ യൗവനം നാം ഏറ്റവും കൂടുതൽ ഊർജമുള്ളവരായി, പ്രസരിപ്പുള്ളവരായി, എന്തിനും പോന്നവരായി, എന്തിനും കഴിയുന്നവരായി കഴിഞ്ഞുകൂടുന്ന ആ കാലം, ആ ഒരു ജീവിതത്തിന്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? പല ഉത്തരങ്ങളും നമുക്കുണ്ടതിന്. പലരും പറയും, യൗവനത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അധ്വാനിക്കാൻ കഴിയുക, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുക, സമ്പാദിക്കാൻ കഴിയുക. മധ്യവയസ്സിലെത്തുമ്പോഴേക്ക് വീട്ടിലടങ്ങിയിരുന്ന് ജീവിക്കാൻ പാകത്തിലുള്ള സമ്പാദ്യവും ബാക്കപ്പും
ഈ ഒരു യൗവനത്തിൽ നേടിയെടുക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നവരുണ്ട്. എല്ലാം അതിന്റെ ഒരു വശം തന്നെയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ യൗവനം, ആ യൗവനത്തിന്റെ പ്രസരിപ്പ്, ആ യൗവനത്തിന്റെ ഊർജം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന 1,00,000-ലധികം വരുന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ശ്രേഷ്ഠമായ വചനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന ഉച്ചൈസ്തരമുള്ള പ്രഖ്യാപനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴി അതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന വഴി അതാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കി നിർത്താൻ പറയുന്നത് ഈ കലിമത്തു തൗഹീദിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും സ്വന്തം ജീവിതത്തിൽ അത് വഹിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ പഠിക്കുന്ന ആർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ ബാല്യവും തന്റെ യൗവനവുമെല്ലാം ഈ കലിമത്തു തൗഹീദിന് വേണ്ടി മാറ്റിവെച്ച ഒട്ടനവധി ചരിത്ര പുരുഷന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. കിടങ്ങിന്റെ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ കിടങ്ങിന്റെ ആളുകൾ ആരാണവർ? നമ്മൾ ഒരുപാട് തവണ കേട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിന്റെ വാഹകരായത് കൊണ്ട് ക്രൂരമായി, കിരാതമായി കൊല്ലപ്പെട്ട ചരിത്രമാണ് കിടങ്ങിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രത്തിന് തിരികൊടുക്കുന്നത്, ആ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് യുവാവായ, ചെറുപ്പക്കാരനായ, ബാലനായ ഒരു വ്യക്തിയാണ് എന്ന് തഫ്സീറുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൗഹീദിന്റെ പ്രബോധനം, അള്ളാഹുവിന്റെ വെളിപാട് പ്രകാരം ഒരു സമുദായത്തിൽ ഈ കുട്ടി തുടങ്ങിയപ്പോ ആ കുട്ടിയെ കൊല്ലുന്നതിനു വേണ്ടി തൗഹീദിന്റെ ശത്രുവായ ആ നാടിന്റെ രാജാവ് എല്ലാ വഴികളും നോക്കി. പക്ഷേ ആ വഴികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി കളഞ്ഞു. അവസാനം ആ കുട്ടി പറഞ്ഞു ആ രാജാവിനോട്, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, എന്നെ വധിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴി മാത്രമേയുള്ളൂ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് ആ ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി എന്നെ ഒരു ഉയർന്ന പീഠത്തിന്റെ മുകളിൽ കയറ്റി നിർത്തുക, എന്നിട്ട് നിങ്ങളുടെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്തുകൊണ്ട് വില്ലുകുലച്ച് നിങ്ങൾ അമ്പെയ്യുക. അമ്പെയ്യുന്നതിന്റെ മുന്നേ ഈ കുട്ടി പറയുന്ന രക്ഷിതാവിന്റെ നാമത്തിൽ, ഏതൊരു രക്ഷിതാവിന്റെ പേര് പറഞ്ഞതിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്, ഏതൊരു രക്ഷിതാവിന്റെ പേര് പറഞ്ഞതിന് വേണ്ടിയാണോ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിങ്ങൾ എന്നെ താഴെയിട്ട് തല്ലിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്, ആ രക്ഷിതാവിന്റെ നാമത്തിൽ ചെയ്താലല്ലാതെ എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല എന്ന കുട്ടി പറയാൻ. ഈ കുട്ടിയുടെ ഉപദേശപ്രകാരം, ഈ കുട്ടിയുടെ അഭിപ്രായ പ്രകാരം തന്നെ ഇവന്റെ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടെ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ രാജാവ് ഈ കുട്ടിയെ ഉയർന്ന പീഠത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അമ്പെയ്തപ്പോ പ്രിയപ്പെട്ടവരെ ആ കുട്ടി മരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഉജ്ജ്വലമായ ആ വചനം ഉരുവിട്ടുകൊണ്ട് ഈ കുട്ടി മരണപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ എന്താണോ ഈ രാജാവ് ഭയന്നത് അത് തന്നെ അവിടെ സംഭവിക്കുകയാണ്. കാരണം നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് മുഴുവനും അറിയാം, ഇന്നലകളിൽ ഈ കുട്ടിയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജാവ് ആവോളം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചില്ല. ഇന്നിരാ ആ കുട്ടി പരിചയപ്പെടുത്തുന്ന ലോകത്തിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അത് വിജയം കാണുകയാണ്. അപ്പോ യഥാർത്ഥ രക്ഷിതാവ്, യഥാർത്ഥ സൃഷ്ടാവ്, യഥാർത്ഥ നിയന്താവ്, യഥാർത്ഥ ദൈവം, യഥാർത്ഥ സംരക്ഷകൻ, യഥാർത്ഥ നാഥൻ ഈ കുട്ടി പറയുന്ന രക്ഷിതാവാണ് എന്ന് ആ ചുറ്റിലും കൂടി നിൽക്കുന്ന
ജനസഞ്ചയങ്ങൾ മനസ്സിലാക്കുകയും അവരൊരുമിച്ച് ഒരുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനങ്ങൾ ഉരുവിടുകയും ചെയ്തു. വെറുതെ ഒരു അദന വ്യായാമമായിട്ടല്ല, മറിച്ച് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രീതിയിൽ ആ ജനപദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ പറയുകയുണ്ടായി. പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ രാജാവിന്റെ ഭീഷണികൾക്കോ പട്ടാളക്കാരുടെ പീഡനങ്ങൾക്കോ അവരുടെ മനസ്സിൽ ഉറച്ച തൗഹീദിനെ പറിച്ചെറിയാൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം നാട് നീളെ കിടങ്ങുകൾ കയറി അതിൽ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി, അഗ്നി ഉണ്ടാക്കി, എന്നിട്ട് ഈ പറയുന്ന സമുദായത്തിലെ ഓരോരുത്തരെയും അതിലേക്ക് വലിച്ചെറിയുമ്പോഴും പ്രിയപ്പെട്ടവരെ, അതിലെ അവസാനത്തെ വ്യക്തിയെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് പോലും ആ വ്യക്തി പോലും ഒരു പെണ്ണിനെയാണ്, ആ പെണ്ണിനെയും അതിന്റെ കുഞ്ഞിനെയുമാണ് അവസാനമായ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത്. ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ, ഈ കലിമത്തു തൗഹീദിന്റെ അതിന്റെ തിളക്കത്തിന്, അതിന്റെ ശക്തിക്ക് ഒരു കുറവും വരാതെയാണ് തന്റെ കൈക്കുഞ്ഞുമായി ഈ പെണ്ണ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്ന് പറയുമ്പോ ആ യുവാവ് കൊളുത്തിവെച്ച തൗഹീദിന്റെ ആ അഗ്നി, ആ തീ എത്രമാത്രം ശക്തമായിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹി അസീസിൽ ഹമീദ്. നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ കിടങ്ങിന്റെ ആളുകൾക്ക് നാശമുണ്ടാകട്ടെ. എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തത്? പ്രതാപിയായ കരുണാനിധിയായ സ്തുത്യർഹനായ ലോകത്തിന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികാര നടപടികൾ ഇവരെടുത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കു നിങ്ങൾ, തങ്ങളുടെ ജീവൻ കൊണ്ട്, തങ്ങളുടെ ആയുസ് കൊണ്ട്, തങ്ങളുടെ ജീവിതം കൊണ്ട്, തങ്ങളുടെ മരണം കൊണ്ട് പോലും ഈ കലിമത്തു തൗഹീദിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പാടുപെട്ട, അതിനുവേണ്ടി പരിശ്രമിച്ച ഇന്നലകളിലെ മനുഷ്യന്മാരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയും അവസാനിച്ചില്ല. സൂറത്തു യാസീനിൽ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. 3 പ്രവാചകന്മാർ ഒരു നാട്ടിലേക്ക് വരികയാണ്. ആ പ്രവാചകന്മാർക്ക് പറയാനുള്ളത് കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഈ ആരാധിക്കുന്ന, നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന, നിങ്ങൾ ഈ നേർച്ച തേടുന്ന, നിങ്ങൾ ഈ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങളുണ്ടല്ലോ, ദൈവങ്ങളുണ്ടല്ലോ, മഹാന്മാരുണ്ടല്ലോ, മഹത്തുക്കളുണ്ടല്ലോ, ഇവരൊന്നും ഒന്നിനും പോന്നവരല്ല, ഇവർക്കൊന്നും ഒരു മറുപടിയും തരാൻ സാധിക്കുകയില്ല എന്ന ഈ പ്രവാചകന്മാരുടെ ദഅവത്ത്, ആ പ്രബോധനത്തിന് ആ ആളുകൾ പറഞ്ഞ മറുപടി, നിങ്ങൾ ശകുനക്കാരാണ്, നിങ്ങളെ കാണുന്നത് തന്നെ ദുശകുനമാണ്, നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ, ഈ പ്രബോധന പ്രവർത്തനം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല വേദനാജനകമായ ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് അനുഭവിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്വാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഈ സംവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ പറയുകയാണ്, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരു മനുഷ്യനിതാ ഓടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാ ഖൗമി, എന്റെ സമുദായമേ, എന്റെ ഖൗമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത, നിങ്ങളോട് പണത്തിന് ആവശ്യപ്പെടാത്ത, ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടാത്ത ഈ നേതാക്കന്മാരെയാണ്, ഈ പ്രവാചകന്മാരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരാണ് നിർമാർഗം പ്രാപിച്ച ആളുകൾ. ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കുക? അവങ്കലേക്കാണ് എന്റെ മടക്കം, അവങ്കലേക്കാണ് എന്റെ തിരിച്ചുപോക്ക്. من دونه آلهة يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون.
എന്റെ റബ്ബിന് പുറമെ ഞാനൊരു ഇലാഹിനെ സ്വീകരിക്കുകയാണെങ്കിൽ അറിയുക നിങ്ങൾ, എന്റെ റബ്ബ് എനിക്കൊരു ബുദ്ധിമുട്ട് ബാധിക്കാൻ തീരുമാനിച്ചാൽ, എനിക്കൊരു പ്രയാസമുണ്ടാകാൻ എന്റെ റബ്ബ് തീരുമാനിച്ചാൽ, ആ പ്രയാസത്തെ മാറ്റിത്തരാൻ എന്റെ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അങ്ങനെ എന്റെ റബ്ബിന്റെ പുറമെ ഞാനൊരു ഇലാഹിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്നി ഇദൽ ഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിലായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനതാ കൊല്ലപ്പെടുകയാണ്. ഈ ആളുകളതാ ഈ മനുഷ്യനെ ആക്രമിക്കുകയാണ്, കല്ലെറിയുകയാണ്, മർദ്ദിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനതാ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുമ്പോ അള്ളാഹു അദ്ദേഹത്തോട് പറയുകയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എന്റെ കലിമത്തിന് വേണ്ടിയാണ് മർദ്ദനമേറ്റത്, എന്റെ കലിമത്തിന് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്, എന്റെ കലിമത്തിന് വേണ്ടിയാണ് ജീവൻ അപഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ സമുദായം ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ റബ്ബെന്നെ ബഹുമാനിച്ചത്, എന്റെ റബ്ബെന്നെ ആദരിച്ചത്, എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നത്, എന്റെ റബ്ബെനിക്ക് മാപ്പ് നൽകിയത്, എന്റെ റബ്ബെന്നെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്റെ നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ സമുദായം അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് വിലപിച്ചു പോകുകയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു പ്രബോധകന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട, ഏറ്റവും കൂടുതൽ അവന്റെ ഓരോ ചലനത്തെയും ഓരോ വാക്കുകളെയും ഓരോ പരിശ്രമത്തെയും അതിനെ മുന്നോട്ട് നയിക്കേണ്ട വികാരമാണ് നസീഹത്ത് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടാതെ ഒരാളും മരിച്ചു പോകരുത്. എന്റെ കുടുംബക്കാരാകട്ടെ, എന്റെ അയൽക്കാരാകട്ടെ, എന്റെ നാട്ടുകാരാകട്ടെ, എന്റെ സഹപ്രവർത്തകരാകട്ടെ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വെളിച്ചമെത്താതെ ഒരാൾ പോലും മരിച്ചു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം. അവന്റെ യുവത്വം അവൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കേണ്ടത് ആ മാർഗത്തിൽ തന്നെയാണ്. അതാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പരിശോധിച്ചാൽ 7 യുവാക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്തിൽ ഉറച്ചു നിന്നത് കാരണം ആ നാട്ടിലെ ഭരണാധികാരികൾ അവരെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അവരതാ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്, ഒരു ഗുഹയിലേക്ക് അവർ പോകുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, റബ്ബേ ഞങ്ങളിതാ നിന്റെ കലിമത്ത് തൗഹീദ് സ്വീകരിച്ചിരിക്കുകയാണ്, നിന്റെ കലിമത്തിനാ ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ നീ നേരായ വഴിയിൽ നടത്തേണമേ, ചൊവ്വായ മാർഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഞങ്ങളെ അടുപ്പിക്കണമേ എന്ന് അവരതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അള്ളാഹു അത്ഭുതകരമായ വിധത്തിൽ, അത്യത്ഭുതകരമായ വിധത്തിൽ അവരേതാ നൂറ്റാണ്ടുകളോളം പടച്ചിറപ്പ് ഉറക്കി കിടത്തുകയാണ്. അവരുടെ ചെവിയിൽ ഇതരം മറയുണ്ടാക്കുകയാണ്. എന്നിട്ട് അവരതാ ഉറങ്ങിപ്പോകുകയാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മാത്രമാണ് ആ മനുഷ്യർ പിന്നീട് ഉണരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ യഥാർത്ഥ പ്രചാരണത്തിന് വേണ്ടി നാം ഇറങ്ങി തിരിച്ചാൽ പ്രിയപ്പെട്ടവരെ, മുന്നിലുള്ള പ്രതിസന്ധികളെ പടച്ചിറപ്പ് അത്ഭുതകരമായ വിധത്തിൽ മാറ്റിത്തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൗമാരപ്രായവും തന്റെ യൗവനവും ഉപയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ്. ആ യാത്ര അദ്ദേഹം തുടങ്ങുന്നത് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ എടുത്തു വെച്ചാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപ്പയോട് പറയുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. യാ അബതി, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉപ്പ, ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ തുഗ്നി അൻക ശൈആ. നോക്ക് നിങ്ങൾ 3 പോയിന്റുകളാണ് ഇബ്രാഹിം നബി അവിടെ പറഞ്ഞത്. 3 കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അവിടെ പറഞ്ഞത്. ഉപ്പ, നിങ്ങൾ ആരായിരിക്കുന്നത് എന്തിനെയാണ്? കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഒന്നിനെയാണ്, ഒരു എൻറ്റിറ്റിയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപ്പാന്റെ മറുപടി എന്തായിരുന്നു? قال أراغب أنت عن آلهتي يا إبراهيم لأرجمنك واهجرني مليا. ഇബ്രാഹിം, നീ എന്റെ ഇലാഹുകളെ തള്ളിപ്പറയാനാണോ നിന്റെ പുറപ്പാട്? എങ്കിൽ നിനക്ക് ഈ വീട്ടിലെ സ്ഥാനം ഉണ്ടാവില്ല, നിനക്ക് നിന്റെ പാട്ടിന് പോകാം, ഞാൻ നിന്നെ എറിഞ്ഞാട്ടിക്കളയും എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാം ആ വീട് വിട്ടിറങ്ങുന്നത്, ആ മേൽക്കൂര വിട്ട് ആകാശത്തെ മേൽക്കൂരയാക്കി സ്വീകരിച്ച് ഭൂമിയെ തന്റെ കിടക്കയാക്കി സ്വീകരിച്ച് ആ വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. എവിടേക്കാണ് ഇറങ്ങുന്നത്? കുടുംബത്തെ നഷ്ടപ്പെട്ട നൈരാശ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്ത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയത്. പിന്നെ എവിടേക്കാണ് ഇറങ്ങിയത്? കൂടുതൽ വിശാലമായ ആ വീട്ടിൽ ഉപ്പാനോട് മാത്രമേ പറയാൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രവിശാലമായ ദഅവത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോകുകയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്ത് നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ പ്രബോധന വൈദഗ്ധ്യത്തെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. അത്ഭുതമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബ قال هذا ربي فلما راى القمر بازغا قال هذا ربي فلما راى الشمس بازغا قال هذا ربي. നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു, ചന്ദ്രനെ കാണിച്ചിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു, സൂര്യനെ കാണിച്ചിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. ഇതിലൂടെ ഇബ്രാഹിം നബി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് പുറമെ മറ്റു ശക്തികളെ അവലംബിക്കുന്ന ആളുകൾക്ക് ഒരു സ്ഥിരതയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ആത്യന്തികമായ കൃത്യമായ പോയിന്റാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദായത്തിന് അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അല്ലെ, ഇനി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഓരോ ആവശ്യമായിട്ട് ആദ്യം ഒരു ജാറത്തിലേക്ക് പോകും, ഉള്ളാളത്ത് നിന്ന് അജ്മീറിലേക്ക്, അജ്മീറിന് സി എം മടവൂരിന്റെ അടുത്തേക്ക്, സി എം മടവൂരിന്റെ അടുത്ത് മമ്പറത്ത് തങ്ങളുടെ അടുത്തേക്ക്, ഇങ്ങനെ മാറി 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 തൃപ്തിയാവാതെ, സംതൃപ്തി കിട്ടാതെ, കാര്യസാധ്യമാവാതെ, മനസ്സിന് സമാധാനമില്ലാതെ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കും മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്കും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലേക്കും ഭയപ്പാടിലേക്കും പേടിയിലേക്കും അസമാധാനത്തിലേക്കും അശാന്തിയിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അസ്ഥിരമായ ബഹുദൈവ വിശ്വാസത്തിന്റെ ആ ഒരു സംഗതിയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ അവസാനം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു സംഗതി പറഞ്ഞു കൊടുക്കുന്നത്. സൂര്യനാണ് തന്റെ ദൈവമെന്ന് പറഞ്ഞ് ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫാ وما أنا من المشركين. സൂര്യനുമല്ല ചന്ദ്രനുമല്ല നക്ഷത്രങ്ങളുമല്ല എന്റെ ദൈവം, എന്റെ രക്ഷിതാവ് ലോകത്തിന്റെ രക്ഷിതാവാണ്. ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തമോവർത്തങ്ങളെയും ഗ്രഹങ്ങളെയും ഈ ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും പടച്ചു പരിപാലിച്ച് അന്നമൂട്ടുന്ന ആ രക്ഷിതാവുണ്ടല്ലോ, അവനാണ് എന്റെ റബ്ബ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫാ. ആകാശങ്ങളെയും ഭൂമിയെയും മുഴുവൻ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ ജല്ല ജലാലായ ആ സർവശക്തനായ റബ്ബിലേക്ക്, ആ സർവശക്തനായ ദൈവത്തിലേക്ക് ഞാൻ ഇതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഇതാ എന്റെ മുഖത്തെ ഹനീഫായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട്, മുസ്ലിമായിക്കൊണ്ട് കീഴ്പ്പെട്ട രീതിയിൽ ഞാൻ ഇതാ എന്റെ മുഖത്തെ അവങ്കലേക്ക് മാത്രം തിരിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ രീതിയായിരുന്നു അത് പ്രിയപ്പെട്ടവരെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഈസാ നബി കഴിഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ഈ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ ജനതയോട് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. തങ്ങളുടെ യുക്തിയും ബുദ്ധിയും തങ്ങളുടെ കഴിവും ഹിക്മത്തും മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവരതാ ഈ കലിമത്ത് തൗഹീദ്, അല്ലാഹുവിന്റെ കലിമത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി നമ്രൂദിനോട് നടത്തിയ ഒരു സംവാദത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം ഫി റബ്ബി അൻ ആതാഹു അല്ലാഹുൽ മുൽക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത് ഖാല
قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر. നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് വാഗ്വാദത്തിനായി ഇബ്രാഹിം നബി ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ വെച്ച് നമ്രൂദ് ചോദിക്കുകയാണ്, ആസറിന്റെ മകൻ ഇബ്രാഹിം, ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? ആരെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? ഏതാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നമ്രൂദിന്റെ മറുപടി, അന ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. നിന്നെ കൊല്ലാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട്. ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നമ്രൂദേ, എന്റെ റബ്ബ് ഈ പറയുന്ന സൂര്യനെ കിഴക്ക് നിന്നാണ് കൊണ്ടുവരുന്നത്. നിന്റെ രാജാധികാരം ഉപയോഗിച്ച്, നിന്റെ ശക്തി ഉപയോഗിച്ച് ആ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ. ഫബുഹിതല്ലദീ കഫർ, അവിശ്വാസി ഉത്തരം മുട്ടിപ്പോയി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്ക് നിങ്ങൾ, എത്ര വലിയ അധികാരിയുടെ മുന്നിലും കൊല്ലുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കെ അങ്ങോട്ടൊരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കലിമത്ത് തൗഹീദ് ഈ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ യൗവനത്തിന്റെ ആ പ്രസരിപ്പ് നാം ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗപ്പെടുത്താൻ, ഈ തൗഹീദ് യഥാർത്ഥ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ കേരളത്തിൽ മുജാഹിദുകളല്ലാതെ മറ്റാരുമില്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ നമ്മളാണ്, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്നതും നമ്മളാണ്, ഇനി നാളെ പറയാൻ സാധ്യതയുള്ളതും നമ്മൾ തന്നെയാണ്. ഈ ഒരു ഉത്തരവാദിത്തത്തിന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എവിടെയും സ്വീകാര്യത കിട്ടൂല, എവിടെയും പൂച്ചെണ്ടകളും പൂമാലകളും ഹർഷാരവങ്ങളും കിട്ടൂല, വിമർശനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. പൊതുമധ്യത്തിൽ ഇവരിങ്ങനെ ശാഖാപരമായ വിഷയങ്ങളിൽ വിമർശിച്ച് നടക്കുന്നവരാണ് എന്ന പഴിയല്ലാതെ ദുനിയാവിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം കൊണ്ട് മറ്റൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ സംഘങ്ങളോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന് വേണ്ടി മുന്നോട്ട് വരാനില്ല. അതുകൊണ്ട് മുജാഹിദ് യൗവനമേ, നിങ്ങളുടെ യുവത്വത്തിന്റെ പ്രസരിപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ കലിമത്ത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ജനങ്ങളുമായി ബന്ധമുണ്ടാകണം. കേവലം ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നത് മാത്രമല്ല, മറിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അബദ്ധത്തിൽ ഒരാളെ കൊന്നു. ഒരു കോപ്റ്റിക് വംശജനായ ഒരു മനുഷ്യനെ അബദ്ധത്തിൽ കൊന്നിട്ട് അധികാരികൾ തനിക്കെതിരെ വധശിക്ഷയുടെ ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വേദനയോടെയും ദുഃഖത്തോടെയും ഭയപ്പാടോടുകൂടിയും തന്റെ ഈജിപ്തിലെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. മദിയൻ പ്രദേശത്ത് അദ്ദേഹം വല്ലാതെ വിഷണ്ണനാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് സ്ത്രീകൾ വെള്ളം, അവരുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് വന്നു. അദ്ദേഹം ഇത്ര വലിയ പ്രയാസത്തിലായിരുന്നിട്ടും, ഇത്ര വലിയ ബുദ്ധിമുട്ടിലായിരുന്നിട്ടും ആ രണ്ട് സ്ത്രീകളുടെ ദൗർബല്യം മനസ്സിലാക്കി, അവരുടെ നിസ്സഹായത മനസ്സിലാക്കി അദ്ദേഹം സഹായിക്കാൻ മുന്നോട്ട് വന്നുവെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണത്. സഹായിക്കാൻ കഴിയണം, സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയണം, സാമൂഹികമായ വിഷയങ്ങളിൽ തന്നാലാവുന്ന സേവനങ്ങൾ നൽകാൻ കഴിയേണ്ടതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഒരു ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിനുവേണ്ടിയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ സഹായിച്ചിട്ട് മരത്തണലിലേക്ക് മാറി നിന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, നിന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏത് നന്മക്കും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്കുള്ള വസീല എന്ന് പറയുന്നത്, അല്ലാഹുവിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സിറായി ചെയ്ത, രഹസ്യമായി ചെയ്ത, അവന്റെ പ്രീതിയും തൃപ്തിയും
ഇഷ്ടവും സ്നേഹവും മാത്രം ലക്ഷ്യം വെച്ച് ഇന്നലകളിൽ നാം ചെയ്തു വെച്ച സുഹൃതങ്ങളാണ് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും എളുപ്പത്തിലുള്ള വസീല, വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദി പ്രബോധനത്തോടൊപ്പം നാട്ടിൽ, സ്വന്തം വീടിന്റെ പരിസരങ്ങളിൽ, അയൽപക്കങ്ങളിലെല്ലാം വേദനിക്കുന്ന, വിശക്കുന്ന, പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ജീവിതത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ജീവിതത്തിന്റെ പുറമ്പോക്കുകളിൽ ആരുടെയെങ്കിലും ഔദാര്യത്തിന് വേണ്ടി കണ്ണും നട്ടു നിൽക്കുന്ന മനുഷ്യരെ ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ യൗവനത്തിന്റെ പ്രസരിപ്പ് അവരുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാട്ടിൽ നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങി വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ടവർക്ക് പഠിക്കാൻ കഴിയുന്ന, അവർക്ക് മരുന്നുകൾ ലഭ്യമാകുന്ന, അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ലഭ്യമാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും സംരംഭങ്ങൾക്കും തുടക്കമിടാൻ പ്രിയപ്പെട്ടവരെ ഈ യൗവനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മൂന്നാമതായി ഈ യൗവനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് തിന്മയുടെ, വൃത്തികേടിന്റെ, അധാർമികതയുടെ വഴി തുറന്നു കിട്ടിയപ്പോ അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ടവരെ ഓരോ യുവാവിന്റെയും ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ കൊത്തിവെക്കേണ്ടതുണ്ട്. സന്ദർഭങ്ങളിൽ കൊത്തിവെക്കപ്പെട്ട ആ വചനങ്ങൾ നാവുകളിലൂടെ നിർഗളിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പ്രവർത്തനത്തിലൂടെ പ്രകടമാവേണ്ടതുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സുന്ദരിയായ ഒരു പെണ്ണുമായി വ്യഭിചാരത്തിനുള്ള അവസരം വന്നപ്പോ ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറഞ്ഞതെന്താണ്? ഹൈ തലക്, അങ്ങേക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം എന്ന പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അല്ലാഹുവിൽ ശരണം, ഞാനിതാ റബ്ബിൽ ശരണം പ്രാപിക്കുകയാണ്, അല്ലാഹുവിൽ ശരണം പ്രാപിക്കുകയാണ് എന്നാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് വ്യഭിചാരത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ മുന്നിൽ തുറന്നു കിട്ടിയപ്പോ ആ വ്യഭിചാരത്തിന് വശംവദനായിട്ടില്ല എങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന അവസ്ഥ പോലും എത്തിയപ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ പ്രാർത്ഥന? അദ്ദേഹം പറയാണ്, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിൻ വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, അവരിതാ എന്നെ വൃത്തികേടിലേക്ക് ക്ഷണിക്കുകയാണ്, അവരിതാ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അതിന് ഞാൻ വശംവദനായിട്ടില്ല എങ്കിൽ എന്നെ തടവറയിലിടുമെന്നാണ് അവർ പറയുന്നത്. റബ്ബേ, ഞാൻ നിന്നോട് പറയുകയാണ്, റബ്ബേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, എന്തിലേക്കാണോ അവരെന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം അല്ലാഹുവേ തടവറയാണ്. നിന്റെ ഇഷ്ടത്തിനെതിരെ ചലിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം തടവറയാണ് റബ്ബേ. നിന്റെ അതൃപ്തി നേടിയെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം തടവറയാണ് റബ്ബേ. നിന്റെ കോപത്തിനിരയാകുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് തടവറയാണ് റബ്ബേ. സ്വർഗം എനിക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടം നിന്റെ തടവറയാണ് റബ്ബേ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ, ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ വഴിതിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ, ഇവിടെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വഅകും മിനൽ ജാഹിലീൻ, എന്നിട്ട് ഞാൻ വിവരം കെട്ടവരുടെ കൂട്ടത്തിലായി പോകുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അല്ലാഹുവേ, ഈ ദുനിയാവിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല, എന്തൊക്കെ ദുരിതങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും എനിക്ക് പ്രശ്നമില്ല, നിന്റെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ ഞാൻ ഒരുക്കമല്ല എന്ന അചഞ്ചലമായ തീരുമാനമാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത്തത്, അദ്ദേഹത്തിന്റെ ഒരു ഭയപ്പാട്, അദ്ദേഹത്തിന്റെ ഒരു ബേജാറാണ്. എന്താണ് ആ ബേജാറ്? പടച്ചോനെ, ഞാനൊരു മനുഷ്യനാണ്, നീ എനിക്ക് പ്രകൃതിയാകുന്ന ദൗർബല്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്, എന്റെ ശരീരത്തിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്ന് നീ എന്നെ മാറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ പോലും അറിയാതെ ഈ തിന്മയിലേക്ക് കാലെടുത്തു വെക്കാൻ സാധ്യതയുണ്ട്. റബ്ബേ, ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിതാ നിന്നോട് ആവലാതി പോയി ബോധിപ്പിക്കുകയാണ്. വഅകും മിനൽ ജാഹിലീൻ, അങ്ങനെ ഞാൻ ആ വൃത്തികേടിലേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞാൽ
പിന്നെ ഞാൻ വിവരം കെട്ടവനായി പോകും. ഇന്നെനിക്കുള്ള ഈ തിരിച്ചറിവ് അതെനിക്കില്ലാതെയാകും. ഈ ദുനിയാവിലുള്ള നശ്വരമായ ജീവിതത്തിലുള്ള സുഖഭോഗങ്ങളാണ് അനശ്വരമായ മോചനത്തെക്കാൾ വലുത് എന്ന വിഡ്ഢിത്തം എന്റെ മനസ്സിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, എന്റെ ചിന്തയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റബ്ബേ ഇസ്രിഫ് അന്നി കൈദഹും, അവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് എന്നെ നീ തട്ടിമാറ്റണേ, എന്നെ ഈ വഴിതിരിച്ചു വിടണേ, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ആയിരക്കണക്കിന് ഗുണപാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നാലും നമ്മെ തിന്മയിൽ നിന്ന് തടയേണ്ടത് പ്രിയപ്പെട്ടവരെ സമൂഹമോ കുടുംബമോ സ്ഥാനമാനങ്ങളോ നമ്മുടെ ഇമേജിനെ കുറിച്ചുള്ള പേടിയോ അല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും റബ്ബിന്റെ തൃപ്തി നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേവലാതിയുമാണ്. അതുപോലെ തന്നെ തെറ്റിന്റെ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന യുവാക്കൾ മനസ്സിലാക്കുക, അള്ളാഹു നമ്മളെ ആരെയും മാസൂമുകളാക്കിയിട്ടില്ല. തെറ്റിന്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ, വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആ സാഹചര്യത്തെയും സാധ്യതയെയും ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. തെറ്റിന്റെ തോളിലേറെ ജീവിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, ഏറ്റവും വലിയ അജ്ഞതയാണ് എന്നും നാം മനസ്സിലാക്കുക. 3 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു യുവാവെന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് വഴികാട്ടുന്നത്. 3 കാര്യത്തിലേക്കാണ്. ഒന്നാമത്തത്, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മളാലാവുന്ന പരിശ്രമങ്ങളെല്ലാം ചെയ്യുക. അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമകളെ അവന്റെ കലിമത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ഇല്ലായ്മകളിൽ, വല്ലായ്മകളിൽ സമാധാനവും സാന്ത്വനവുമായി ഭവിക്കാൻ നമുക്ക് സാധിക്കുക. മൂന്നാമത്തത്, നമ്മുടെ വ്യക്തി ജീവിതം പരിശുദ്ധമാകുക, നമ്മുടെ വ്യക്തി ജീവിതം കളങ്കമില്ലാത്തതാകുക, അകവും പുറവും ഒരുപോലെ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണഗണങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മാതൃകാ യൗവനമാക്കി നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ ഈ ഉമ്മത്തിലെ യൗവനത്തെ മാറ്റുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച്, എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.